അലമാലകളാടിയുലഞ്ഞൊരു കടലായി ഞാനരികെ അന്നാദ്യം കേട്ടു പ്രണയം മൃദുപല്ലവിയായി ആരോ പറഞ്ഞു ആരോ പറഞ്ഞു. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു വ്ളോഗാണ് കേട്ടോ, ഒരു കുട്ടി ഡേ ഔട്ട് വ്ളോഗാണ്. ഇത് സൺഡേ ഷൂട്ട് ചെയ്തിട്ടുള്ള വ്ളോഗാണ്. എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയി പോയി. സൺഡേ ഓഫ് ആയതുകൊണ്ട് തന്നെ ഞങ്ങളൊന്ന് ജസ്റ്റ് പുറത്ത് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ അങ്ങനെ പോയിട്ടുള്ള ലൊക്കേഷനത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന ലൊക്കേഷൻ വന്നിട്ട് കുറ്റിപ്പുറം ഭാഗത്താണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആയിരുന്നു കേട്ടോ. പിന്നെ വൈകിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന ഒരു ഈവനിങ് 5 മണി ആ ഒരു സമയത്തായിരുന്നു. അപ്പോൾ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇന്നത്തെ ഒരു ക്ലൈമറ്റ് വന്നിട്ട് അധികം വെയിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തുമ്പോൾ ഏകദേശം 5 മണി ആ ഒരു സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് നമുക്കൊന്ന് ചില്ല് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലേസ് തന്നെയാണ് കേട്ടോ ഇവിടെ. എനിക്ക് പിന്നെ പുഴ, കടല് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അത് കാരണം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെ വരാൻ വേണ്ടിയിട്ട്. അല്ലാൻ്റെ ഫസ്റ്റത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ. അവിടെ കുറേ ഫാമിലീസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അധികം ആഴൊന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം കുട്ടികൾക്കൊക്കെ കളിക്കാനൊക്കെ നല്ല സുഖമായിരുന്നു കേട്ടോ. അവിടെ കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അലാൻക്ക് ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ആള് വെള്ളത്തിൽ നിന്ന് ഇങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് കൂട്ടാക്കുണ്ടായിരുന്നില്ല. അത്രക്കും അവനക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. ഞാൻ പിന്നെ അവിടുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഒന്ന് എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് നേരം വെള്ളത്തിൽ കളിച്ചപ്പോൾ എനിക്ക് ബോറടിച്ചിട്ടാ. കടലിലാണെങ്കിൽ ഞാൻ എത്ര നേരം വേണമെങ്കിലും കളിക്കും. പുഴയിലായ കാരണം എനിക്ക് കുറച്ച് നേരം ബോറടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ഒക്കെ ഒന്ന് കാണാന്നിട്ടാ. ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ അവിടെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചു അവിടെ നിന്ന് പോവാന്നിട്ടാ. പിന്നെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് വേഗം പോന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ തൊട്ടടുത്ത് തന്നെ കുറേ ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടാ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സ്പോട്ടിലേക്കാണ് കേട്ടോ. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയിട്ടുള്ള അവിടുത്തെ ലൊക്കേഷൻ്റെ വ്യൂ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ആദ്യം മോനിക്ക് ഫുഡ് കൊടുത്തു കേട്ടോ. അവനക്ക് ആ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ കുറച്ചധികം നേരമായ കാരണം ഓനിക്കുള്ള ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാ. ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതാ ഇത്ര ഐറ്റംസ് ആയിരുന്നേ. ഒരു ക്ലബ് സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു. പിന്നെ മുട്ട ബജി പോലത്തെ അങ്ങനത്തെ ഒരു സംഭവമാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കറക്റ്റ് എനിക്ക് അറിയില്ല. നമ്മുടെ നാട്ടിലത്തെ ആ ഒരു ടൈപ്പ് അല്ല, വേറൊരു മോഡലായിരുന്നു കേട്ടോ. പിന്നെ ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പഫ്സ് പോലത്തെ ഇങ്ങനത്തെ ഒരു ഐറ്റം കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇത് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഫില്ലിങ് വന്നിട്ട് ഒരു ബീഫ് അങ്ങനത്തെ ഒരു ഫില്ലിംഗ് ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഞങ്ങൾ കഴിച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് പോവാമെന്ന് വിചാരിച്ചിട്ടാ. പിന്നെ രാത്രിയായി തുടങ്ങി. അപ്പോൾ ഇനി വിചാരിച്ച് നേരെ വീട്ടിലേക്ക് പോവാന്ന്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ടാറ്റാ ബൈ.